ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് വേറൊന്നുമല്ല, നാടൻ റോസിൻ്റെ മാത്രമായിട്ടുള്ളൊരു സെയിൽ പോസ്റ്റുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നതെല്ലാം ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. മിക്സഡ് ആയിട്ടൊക്കെ സെയിലിന് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് ഇത് ഓൺ റൂട്ടഡ് ആണോ എന്നൊക്കെ ചോദിച്ച് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓൺ റൂട്ടഡിൻ്റെ മാത്രമായിട്ടുള്ളൊരു കളക്ഷൻസിൻ്റെ വീഡിയോ ഇടാമെന്ന് കരുതിയത്. അപ്പോൾ ഫസ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു കരിഷ്മ റോസാണ് കേട്ടോ. ഓൺ റൂട്ടഡ് കരിഷ്മയാണ്. രണ്ടാമത് ചന്ദ്രിക റോസാണ്. ചന്ദ്രിക റോസിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം 70-80 തൈകളിൽ കൂടുതൽ നമുക്കിപ്പോൾ ഉണ്ട് കേട്ടോ. അതുമാത്രമല്ല നമ്മുടെ 10 റോസിൻ്റെ കോംബോയിൽ നമ്മൾ ഈ ഒരു പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 10 റോസ് കോംബോ. അപ്പോൾ ആ ഒരു 10 റോസ് കോംബോയിലും ഒക്കെ ഒഴികെ നമുക്ക് ഒത്തിരി പ്ലാന്റ്സിൻ്റെ ഇപ്പം അവൈലബിലിറ്റി ഉണ്ട് കേട്ടോ. ഈ ഒരു ചന്ദ്രിക റോസ് ഒരുപാട് പേര് തിരക്കി നടക്കുന്ന റോസാണ്. ഒരുപാട് പേര് അന്വേഷിച്ച് വരുന്നുണ്ട് കേട്ടോ ഈ റോസിന്. ഓൺ റൂട്ടഡ് റോസും കൂടെ ആകുമ്പോൾ അറിയാലോ, ആവശ്യക്കാർ കൂടുതലാണ്. അപ്പോൾ എല്ലാവർക്കുമുള്ള കൊറിയർ നമ്മളിനി വരുന്ന ദിവസങ്ങളിൽ തന്നെ അയക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ മൂന്നാമതായിട്ട് കമ്മൽ റോസാണ്. പേർഷ്യൻ വൈറ്റ് കമ്മൽ റോസ്, വൈറ്റ് കമ്മൽ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു റോസാണ്. ഇതും ഓൺ റൂട്ടഡ് ആണ്. ഇതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവരുന്നത്. അതിൽ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ. എല്ലാ പ്ലാന്റ്സിൻ്റെ അല്ല, കുറച്ച് പ്ലാന്റ്സിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രയൊക്കെയാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് എന്നുള്ളത്. അപ്പോൾ ഇതാണ് വൈറ്റ് കമ്മൽ റോസ്. ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കൂട്ടാ. ഒരു പൂവും 2 പൂവും വരാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു കൊലയിൽ തന്നെ 5-6 പൂക്കൾ വരുന്നുണ്ട്. അപ്പോൾ അടിപൊളിയാണ് കാണാനായിട്ട്. നല്ല നല്ല ഭംഗിയാണ്. കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങൾ പോലെ പൂത്ത് കിടക്കുന്ന റോസാണ് കേട്ടോ വൈറ്റ് കമ്മൽ റോസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു പിങ്ക് റോസാണ് കേട്ടോ. പിങ്ക് ബട്ടൺ റോസാണ്. ബട്ടൺ റോസിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, കൊലകുത്തി പൂക്കുന്നതാണ്. ഇങ്ങനെ കൊലകുലയായിട്ടുണ്ടാവും. നമ്മുടെ ലീഫൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ അത്രയും പൂക്കൾ ഉണ്ടാവുന്നതാണ്. ഒരു പ്ലാന്റ് നമ്മൾ പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഒരിക്കലും വിഷമത്തിലാക്കില്ല. അത്രമാത്രം ഫ്ലവർ തരാനായിട്ട് കഴിവുള്ളൊരു ചെടിയാണ്. നമ്മുടെ യാതൊരു കെയറിങ്ങോ ഓവർ കെയറിങ്ങോ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം അങ്ങനെയൊന്നുമില്ല. സാധാരണ വളവും വെള്ളവും കൊടുത്തു കഴിഞ്ഞാലും ഈ പൂക്കളെ നമ്മളെ ഹാപ്പി ആക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ അടുത്ത ആളും സമ്മർ സ്നോ റോസാണ്. സമ്മർ സ്നോയിനെയും പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും എന്താണ് ഈ ഒരു പ്ലാന്റ് എന്നുള്ളത്. നമ്മുടെ കെയർ കൊടുത്തു കഴിഞ്ഞാൽ, കെയർ മീൻസ് വെള്ളവും വളവും കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ പൂക്കുന്ന ടൈപ്പാണ് കേട്ടോ. പെട്ടെന്ന് അങ്ങനെ രോഗമോ അങ്ങനെയൊന്നും വരാതെ നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആവും. പൂക്കൾക്ക് തന്നെ നല്ല ഭംഗിയും കൊലകുത്തി പൂക്കുന്നത് കൊണ്ട് തന്നെ പ്രത്യേക അട്രാക്ഷനുമാണ് കേട്ടോ. ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ക്രീപ്പർ പ്ലാന്റ് കൂടെ അവൈലബിൾ ആണ്. അത് ഈ വീഡിയോക്കകത്ത് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. സമ്മർ സ്നോയുടെ ക്രീപ്പർ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെയുള്ളത് മിഡ് നൈറ്റ് ബ്ലൂ ആണ്. ഈ ഒരു പ്ലാന്റ് ആണ്. സാധാരണ റോസ് നമ്മൾ കാണുന്ന കളറിനുകളിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളറാണ്, വയലറ്റ് കളറാണ്. അപ്പോൾ മിഡ് നൈറ്റ് ബ്ലൂ എന്നാണ് ഈ ഒരു റോസിൻ്റെ ഐഡി വരുന്നത്. കൂടുതലായിട്ടും ഇതിൻ്റെ ബഡ് ചെയ്ത റോസസ് ആണ് കിട്ടാറുള്ളത്. പക്ഷേ നമുക്കിപ്പോൾ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിലിറ്റി ഉള്ളത് കേട്ടോ. ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ഒത്തിരി ക്വാണ്ടിറ്റിയിലൊന്നുമില്ല. ഈ റോസിനെ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ തരാനായിട്ടുണ്ടാവുള്ളൂ കേട്ടോ. ഒരു 15-20 അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളൊരു കോംബോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ ഒരു കോംബോ 5 പ്ലാന്റ്സിൻ്റെത് 700 രൂപ വരുന്നൊരു കോംബോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഡച്ച് റോസും മിഡ് നൈറ്റ് ബ്ലൂവും പിന്നെ ബട്ടർഫ്ലൈ പ്ലാന്റും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു പ്ലാന്റിൻ്റെ കോംബോ ആയിരുന്നു. അപ്പോൾ ആ കോംബോ ഒക്കെ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ചാനലിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. 2 കോംബോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം. 5 പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ്. മിഡ് നൈറ്റ് ബ്ലൂ കോംബോ ഓഫറാണ് കേട്ടോ അത് മാത്രമല്ലാണ്ട് ഒത്തിരി പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറുകൾ ഇപ്പം നിലവിലുണ്ട്. പിന്നെയുള്ളത് നാടൻ മഞ്ഞയാണ് കേട്ടോ. മിനിയേച്ചർ മഞ്ഞയാണ്. മിനിയേച്ചർ മഞ്ഞയും ഉണ്ട്. ഇതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ വലിപ്പമുള്ള നമ്മുടെ സാധാ പട്ട് റോസില്ലേ, പട്ട് റോസിൽ തന്നെ വലിപ്പമുള്ള പൂക്കളുണ്ട്, നാടൻ മഞ്ഞ. അപ്പോൾ അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. കൂടാതെ 7 ഡേയ്സ് റോസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ റോസൊക്കെ ഞാൻ 7 ഡേയ്സും ആ മഞ്ഞയും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അത് വരും ദിവസങ്ങളിൽ തന്നെ ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒത്തിരി ലെങ്തായി പോകുന്നത് കൊണ്ടാണ് പിന്നെ 2-3 റോസസൊക്കെ ഞാൻ കുറച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് കരുതിയത്. പിന്നെ കാശ്മീരി റോസാണ്. കാശ്മീരി റോസും
പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. എങ്ങനെ നട്ട് കഴിഞ്ഞാലും പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് കാശ്മീരി റോസ്. നമ്മുടെ ചെടിച്ചട്ടിയിലൊക്കെ ഇങ്ങനെ കൊലകുത്തി പൂക്കുന്ന ടൈപ്പാണ് കാശ്മീരി എന്നൊക്കെ പറയുന്നത്. അത്രയും ഭംഗിയാണ് കാണാനായിട്ട്. അടിപൊളി റോസാണ് ഈ ഒരു കാശ്മീരി ആയാലും സമ്മർ സ്നോ ആയാലും അഹല്യ ആയാലും പിങ്ക് ബട്ടൺ, യെല്ലോ മിനിയോ. ഇതിൽ കാണിക്കുന്ന ഓൾമോസ്റ്റ് റോസസും എന്താ പറയുക, പൂക്കൾ തരുന്ന വെറൈറ്റീസാണ്. ഇപ്പോൾ നാടൻ റോസ് കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കൂടുതലാണ്. ബഡ് റോസ് വെച്ച് കഴിഞ്ഞാൽ പിടിക്കത്തില്ല, എത്ര വെച്ചാലും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരുന്നവർക്ക് ഞാൻ പറയുന്നത് ഓൺ റൂട്ടഡ് റോസ് മേടിച്ച് വെക്ക്. ഓൺ റൂട്ടഡ് റോസ് ആകുമ്പോൾ നമ്മളെ നിരാശപ്പെടുത്തില്ല എന്ന് പറയാറുണ്ട്. കുറച്ച് പേരൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ റോസ് മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എനിക്ക് അയച്ചു തരാറുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച റോസിൻ്റെയൊക്കെ. അതൊക്കെ ഞാൻ വീഡിയോസായിട്ടും ഫോട്ടോസായിട്ടൊക്കെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുമ്പ്, കസ്റ്റമർ റിവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം. പിന്നെ എല്ലാവർക്കും ഇച്ചിരി ഓക്കെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഓൺ റൂട്ടഡിൻ്റെ മാത്രം വെറൈറ്റീസ് തപ്പി പിടിച്ച് കൊണ്ടുവരുന്നത്. കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരുപാട് അലഞ്ഞ് തിരിഞ്ഞിട്ടാണ് ഈ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ. ഇത് പിങ്ക് ബട്ടർഫ്ലൈ റോസാണ്. നമ്മുടെ സാധാരണ നോർമലായിട്ട് ചെടിക്കടകളിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന റോസിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള റോസസാണ് ഈ വീഡിയോയ്ക്കകത്തുള്ളത്. അത് കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാകും. കുറച്ച് റോസിൻ്റെയൊക്കെ ഇഷ്ടപ്പെട്ട് അലഞ്ഞ് നടക്കുന്നവർക്ക് മനസ്സിലാവും നമ്മുടെ സാധാരണ നഴ്സറി പോയി കഴിഞ്ഞാൽ എത്ര വെറൈറ്റീസാണ് നമുക്ക് കിട്ടുക എന്നുള്ളത്. ഇത് എല്ലാ വെറൈറ്റീസും നമ്മൾ കൊണ്ടുവരാനായിട്ട് മാക്സിമം നോക്കുന്നുണ്ട്. ഈ ലോഡിലല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ലോഡിൽ. അങ്ങനെ നമ്മൾ ഒരുവിധം ഓൺ റൂട്ടഡിൻ്റെ ക്ലൈംബർ വെറൈറ്റീസ് ആയാലും ഇല്ല ബട്ടൺ റോസ് വെറൈറ്റീസ് ആയാലും സിംഗിൾ പെറ്റൽ വെറൈറ്റീസ് ആയാലും ഓൺ റൂട്ടഡിൻ്റെ ഒത്തിരി 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 കളക്ഷൻസ് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് ഇപ്പോൾ നമ്മൾ തന്നെ ഏകദേശം കുറേ 1 വർഷത്തിലും 2 വർഷം അടുപ്പിച്ചായി നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. 1-2 വർഷമായി. ആ ഒരു ഗ്യാപ്പിൽ ഒത്തിരി വെറൈറ്റീസ് ആയിട്ടുള്ള ഓൺ റൂട്ടഡിൻ്റെ കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് പേര് വന്ന് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് ഇന്ന റോസ് കൊണ്ടുവരണേ. അതൊക്കെ അതിൽ കുറേയൊക്കെ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ട്. അതൊക്കെ എത്തിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് സന്തോഷം. നമ്മൾ നമ്പർ മാറ്റി വെച്ചിട്ട് ഈ റോസ് പറഞ്ഞവരുടെ കാര്യം ഓർമ്മ വരും റോസ് കിട്ടുമ്പോൾ. അപ്പോൾ അവർക്കൊക്കെ മെസ്സേജ് ഇടുമ്പോൾ അവർ ആ പ്ലാന്റ്സ് മേടിക്കുമ്പോൾ ഒരു സന്തോഷം. പിന്നീട് അതിനേക്കാൾ ഒത്തിരി സന്തോഷമാണ് ആ റോസ് കിട്ടി അവർ അതിനെ കെയർ ചെയ്ത് അതിൻ്റെ ഫ്ലവറിങ്ങൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോസൊക്കെ അയച്ചു തരാറുള്ളത്. ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോസ് ഇടാറുണ്ട്, നമ്മുടെ കസ്റ്റമേഴ്സ് അയച്ചു തന്ന വീഡിയോസൊക്കെ ഇടാറുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ക്രീപ്പർ ജാക്കി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ജാക്കി ചാൻ അടിപൊളി വെറൈറ്റിയാണ്. കൊലകുത്തി പൂക്കുന്ന ടൈപ്പാണ്. നല്ലപോലെ ബ്ലൂം കപ്പാസിറ്റി ഉള്ളൊരു പ്ലാന്റാണ് കേട്ടോ. കൊലകുലയായിട്ട് പൂക്കും. ക്രീപ്പർ റോസ് വെറൈറ്റിയാണ് കേട്ടോ ഈ ഒരു വെറൈറ്റി. അടിപൊളിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ പേര് വന്നിട്ട് ക്രീപ്പർ ജാക്കി എന്നാണ്. പിന്നെ ഇത് അടുത്ത ആളെന്ന് പറയുന്നത് മുക്കുത്തി റോസാണ്. മുക്കുത്തി റോസ് ഞാൻ കഴിഞ്ഞ 2 വീഡിയോയിലും പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മിനിയേച്ചറാണ്. മുക്കുത്തി റോസ് എന്ന പേര് വന്നത് ചിലപ്പോൾ ഏറ്റവും ചെറിയ പൂക്കളായതുകൊണ്ടാവാം. റോസിൻ്റെ തന്നെ ഏറ്റവും മിനിയേച്ചർ വെർഷനിൽ വരുന്നൊരു ഫ്ലവറാണ്. കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്. മജന്തയും സെൻറ്റർ പോർഷനിലൊരു വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൽ കൊടുത്തേക്കുന്ന ഓൾമോസ്റ്റ് വെറൈറ്റീസ് നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാർട്ട് എന്ന് പറയുമ്പോൾ എൻ്റെ വാട്സപ്പിനകത്ത് എൻ്റെ മൊബൈൽ നമ്പറിൻ്റെ സ്ഥാനത്ത് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ പിക്ചേഴ്സ് കാണാൻ പറ്റും. അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള എല്ലാ റോസസും അതിനകത്ത് കാണിക്കും. അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് പ്ലസിൻ്റെ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള റോസസ് എല്ലാം പ്ലസ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ കാർട്ടിലോട്ട് ആഡ് ആവും. ലാസ്റ്റ് സെൻഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾ അയച്ച പ്ലാൻസ് എല്ലാം കാണാൻ പറ്റും. അത് എത്രയാണ് പേയ്മെൻ്റ് എന്ന് നിങ്ങൾക്ക് അപ്പോൾ അറിയാൻ പറ്റും. കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് വരുന്നത്. അങ്ങനെയാണ് കാർട്ടിൽ നിന്ന് പ്ലാൻസ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. കാർട്ടിൽ ഞാൻ ഓൾമോസ്റ്റ് പ്ലാൻസും ഈ ഓൺ റൂട്ടഡ് വെറൈറ്റീസ് എല്ലാം തന്നെ ഞാൻ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്തുള്ളത്. അപ്പോൾ പ്രൈസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ വാട്സപ്പിലെ കാർട്ട് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് കാർട്ടിലോട്ട് എത്താൻ പറ്റും. അതിൽ നിന്ന് നിങ്ങൾക്ക് പ്ലാൻസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തേക്കാം. പിന്നെയുള്ളത് ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ള റോസാണ്. ഇങ്ങനെ ബഞ്ചായിട്ട്, അതായത് ഒരു ഒറ്റ ഇത് തന്നെ ബഞ്ചായിട്ട് ഇങ്ങനെ നിന്നിട്ട് ഫ്ലവറിങ് ആവുന്നതാണ്. ഒരു മജന്ത കളർ ഷെയ്ഡിൽ വരുന്ന റോസാണ് കേട്ടോ. അടിപൊളിയാണ് കാണാനായിട്ട്. ക്യൂട്ടായിട്ടുള്ള ഫ്ലവറാണ്. കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്. നിറയെ പൂക്കൂട്ടായത് ഇങ്ങനെ നിന്നിട്ട് നല്ലപോലെ ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റി കൂടെയാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട വെറൈറ്റീസാണ് കേട്ടോ. റോസ് എന്ന് പറയുമ്പോൾ എൻ്റെ ഫേവറേറ്റ് ആണ്. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് വന്ന് മേടിക്കുന്ന ഒത്തിരി പേരുണ്ട് റോസിനെ ഇഷ്ടപ്പെടുന്നവർ. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെയും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള വെറൈറ്റീസ് തപ്പിപ്പിടിച്ച് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ ഇത് വേറൊരു ടൈപ്പ് ബട്ടർഫ്ലൈ ആണ്. ഇതിൻ്റെ ഐഡിയ എനിക്ക് അറിയില്ല കേട്ടോ. ഇതിൻ്റെ ഒരു ബേബി പിങ്കും വൈറ്റും കോമ്പിനേഷനിൽ വരുന്നൊരു ക്രീം കളറിലാണ് വരുന്ന ഒരു കോമ്പിനേഷനിൽ വരുന്നൊരു റോസാണ്.
അടിപൊളിയാണ് കാണാനായിട്ട് ഈ ഒരു റോസ് എന്ന് പറയുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സാണ്. ഒരു പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ വരിക. നമ്മുടെ അഹല്യ റോസ് അല്ല കേട്ടോ ഇത്. അഹല്യാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അഹല്യ റോസ് അല്ല. അതിൻ്റെ അഹല്യ റോസിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ടൈപ്പ് ഏതെങ്കിലും റോസ് ആയിരിക്കും. ഇത് കമ്മൽ റോസ് വൈറ്റ് ആണ്. പേർഷ്യൻ വൈറ്റ് അല്ലെങ്കിൽ കമ്മൽ റോസ് വൈറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന റോസാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, നമ്മുടെ കൊറിയർ അയക്കുന്നത് മിക്കവാറും നെക്സ്റ്റ് വീക്ക് ആയിരിക്കും. നെക്സ്റ്റ് വീക്ക് കഴിഞ്ഞിട്ടുള്ള ആഴ്ചയായിരിക്കും കൊറിയർ അയക്കുക. കാരണം അടുത്ത ആഴ്ചയ്ക്ക് നമുക്ക് ഇപ്പം തന്നെ നമ്മുടെ 10 റോസ് കോംബോയും 5 റോസിൻ്റെയും ഒക്കെ കോംബോസ് റണ്ണിങ് ആണ്. ഓൺ റൂട്ടഡിൻ്റെ തന്നെ 2-3 കോംബോകൾ റണ്ണിങ് ആണ്. അപ്പോൾ ആ കോംബോസ് ആയിരിക്കും നമ്മുടെ ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ കൊറിയർ അയക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്ന തിങ്കളാഴ്ചയായിരിക്കും കേട്ടോ നമ്മൾ മിക്കവാറും പ്ലാൻസ് ഇതിലെടുക്കുന്ന ഓർഡേഴ്സ് അയയ്ക്കുക. അങ്ങനെ എക്സ്ട്രാ എടുത്ത് പറയുന്നത് കുറച്ച് പേർക്കെങ്കിലുമൊക്കെ നെക്സ്റ്റ് വീക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ടാവും. അതുകൊണ്ടാണ് അടുത്ത ആഴ്ച ആയിരിക്കില്ല, അതിൻ്റെ അടുത്ത ആഴ്ച. അത് 15 വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുക്കുക കേട്ടോ കസ്റ്റമേഴ്സിന്. അപ്പോൾ ഇത് വന്നിട്ട് ഓറഞ്ച്, നാടൻ ഓറഞ്ചാണ്. നാടൻ ഓറഞ്ച് റോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഇപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്, അടിപൊളി കളറാണ് കേട്ടോ ഇത്. ഒത്തിരി പെറ്റൽസ് വരുന്നുണ്ട്. ഞാൻ റോസ് സെയിൽ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നൊരു റോസാണ് കേട്ടോ ഇത്. ഒരു കടയിൽ പോയിട്ട് ഈ റോസ് ചോദിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. അന്നേരം അവർക്ക് അവിടെ സെയിലില്ല, അവരുടെ മദർ പ്ലാന്റായിട്ട് വെച്ചേക്കുക, സെയിലില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആശിച്ച് കണ്ടൊരു റോസായിരുന്നു. പിന്നെ ഇത് വന്നിട്ട് ചന്ദ്രിക റോസാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചന്ദ്രിക റോസ്. ബഞ്ചായിട്ട് ഇങ്ങനെ പൂക്കൾ നിന്നപ്പോൾ അതുകൂടെ ഒന്ന് ആടിയെന്ന് കരുതിയതാണ് കേട്ടോ. സിംഗിളായിട്ടൊക്കെ പൂക്കൾ കാണുമ്പോൾ ചിലർക്ക് മനസ്സിലാവാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഇങ്ങനെ കൂട്ടത്തോടെ നിൽക്കുന്ന കാണുമ്പോൾ കുറച്ചുകൂടി ഭംഗിയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ പിന്നെ എടുത്ത് ആഡ് ചെയ്തത് കേട്ടോ. അടുത്ത റോസ് എന്ന് പറഞ്ഞിട്ട് ക്രീപ്പർ വെറൈറ്റി ആണേ. ഇത് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സൂപ്പർ ഫെയറി ഓറഞ്ചാണ്. ഇതിലെ കളറ് ക്ലിയർ ആയിട്ടില്ല കേട്ടോ. ഡാർക്ക് ഓറഞ്ച് കളറാണ് കേട്ടോ വരുന്നത്. ഒരു പിങ്ക് ഷെയ്ഡല്ല, ഡാർക്ക് ഓറഞ്ച് കളറാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത്. ഇതെനിക്ക് ചേച്ചി എടുത്ത് അയച്ചു തന്നതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച പ്ലാന്റ് ഫ്ലവറിങ് ആയപ്പോൾ എനിക്ക് അയച്ചു തന്നതാണ്. ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്. നമ്മൾ പ്ലാന്റ്സ് ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ ഇത്. നല്ല രസമാണ് കാണാനായിട്ട്. ഇങ്ങനെ ബഞ്ചായിട്ട് നിൽക്കുന്നത് ഇതേപോലത്തെ പ്ലാന്റ്സ് ഒന്നുമല്ല, ഈ സെയിം പ്ലാന്റ്സാണ് നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അഹല്യ റോസ് ഉണ്ട്, മുക്കുത്തി റോസ് ഉണ്ട്, നാടൻ ഓറഞ്ച് ഉണ്ട്, വൈറ്റ് കമ്മലുണ്ട്. നമ്മൾ ഓരോ കടകളിൽ നിന്നായിട്ടാണ് പ്ലാന്റ്സ് എടുക്കുന്നത്. എല്ലായിടത്തു നിന്നും നമുക്ക് എല്ലാ വെറൈറ്റീസും കിട്ടത്തില്ല. 26-27 വെറൈറ്റീസോളം ഓൺ റൂട്ടഡ് പ്ലാന്റ്സിൻ്റെ കളക്ഷൻ ഉണ്ട്. അപ്പോൾ അതെല്ലാം കളക്ട് ചെയ്തത് പല നഴ്സറികളിൽ നിന്നായിട്ടാണ്. നമ്മുടെ ഹോൾസെയിലേഴ്സിൻ്റെ നിന്ന് പല നഴ്സറികളിൽ നിന്നും നമ്മൾ റോസിൻ്റെ പാടത്തിറങ്ങി കഷ്ടപ്പെട്ടാണ് ഓരോ സ്ഥലത്തു നിന്നും നമ്മൾ റോസ് കണ്ടുപിടിക്കുന്നത്. ചിലയിടത്തു നിന്ന് നമുക്ക് ചിലപ്പോൾ ആവശ്യമുള്ളത് ഒരു വെറൈറ്റി മാത്രമേ അവിടെ കാണുള്ളൂ. പക്ഷെ നമുക്ക് ചിലപ്പോൾ അവരത് തരണമെന്നുണ്ടാവില്ല. അവർക്ക് ഓരോ കടക്കാർക്ക് ഓരോ പോളിസി എന്ന് പറയുന്നത്. ചിലർക്ക് മിക്സഡ് ആയിട്ട് എടുക്കണം, ഇന്ന വെറൈറ്റി മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ല. ഒരു വെറൈറ്റി മാത്രമായിട്ട് നമ്മൾ എടുക്കാനായിട്ട് സമ്മതിക്കില്ല. അതായത് ഇപ്പോൾ ഞാൻ ബ്ലാക്ക് റോസ് പറയാം. ബ്ലാക്ക് റോസ് ചിലപ്പോൾ ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ അത് എല്ലാ കടകളിലും ഉണ്ടാവണമെന്നില്ല. ചില കടകളിൽ അവൈലബിലിറ്റി ആയിരിക്കും. പക്ഷെ നമ്മളത് എടുക്കുമ്പോൾ നമുക്കൊരു 50 പീസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരില്ല. അവർ പറയുന്നത് മിക്സഡ് ആയിട്ട് നിങ്ങൾ എടുക്കുക, എല്ലാത്തിൽ നിന്നും കൂടെ അവരുടെ കയ്യിലുള്ള എല്ലാ പ്ലാന്റ്സും കൂടെ എടുക്കുമ്പോൾ. അതായത് ഒരു 100 പ്ലാന്റ്സ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 പ്ലാന്റ്സ് ബ്ലാക്ക് തരാം. അങ്ങനെയൊക്കെയാണ് കേട്ടോ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഇപ്പം ബ്ലാക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് അത്രമാത്രം റെയർ ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഈ ഒരു ഓറഞ്ച് റോസും 5 റോസ് നമ്മളിപ്പോൾ ഒരു 25 പ്ലാന്റ് വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ തരണമെന്നില്ല. അവിടെയുള്ള മഞ്ഞയും എല്ലാം മിക്സഡായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാം. അങ്ങനെയാണ് കേട്ടോ കൂടുതലായിട്ട് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ തവണയും നമ്മൾ പ്ലാന്റ്സ് എടുക്കുന്നത് അത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോ തവണയും നമ്മൾ പ്ലാന്റ്സ് കൊണ്ടുവരുന്നത് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള റോസസിൻ്റെ പാടങ്ങൾ തേടി യാത്ര ചെയ്യുകയാണ്. ഓരോ തവണ പ്ലാന്റ്സ് എടുക്കാൻ പോകുമ്പോഴും ഒത്തിരി കടകളിൽ പോയി ഒത്തിരി വഴക്കും കേട്ടിട്ടൊക്കെയാണ് പ്ലാന്റ്സ് എടുത്തിട്ട് വരുന്നത്. നമ്മളിപ്പോൾ ഇന്ന വെറൈറ്റി വേണമെന്ന് ഡിമാൻഡ് പറയുമ്പോൾ അവർക്ക് അതിനേക്കാളും വലിയ ഡിമാൻഡാണ് കേട്ടോ. അവർക്ക് തരാനൊരു ബുദ്ധിമുട്ടൊക്കെയാണ്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് എൻ്റെ ഒരു നമ്മൾ പോയിട്ടുള്ള സമയത്തുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഹസ്ബൻഡും ചേട്ടനും കൂടെയാണ് പ്ലാന്റ്സ് എടുക്കാൻ പോകുന്നത്. ഞാൻ പ്രഗ്നൻ്റ് ആയത് കാരണം എനിക്ക് പോകാൻ പറ്റില്ല. ഇപ്പോൾ കഴിഞ്ഞ 2 തവണയായിട്ട് 2 പേര് ചേട്ടനും ഹസ്ബൻഡും കൂടെയാണ് പ്ലാന്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് ഈവനിങ് അവിടെ നിന്ന് ലോഡെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്.
അപ്പോൾ ഞായറാഴ്ച നമ്മുടെ ലോഡെത്തും. തിങ്കളാഴ്ച മുതൽ നമ്മുടെ ഔട്ട്ലെറ്റിൽ വന്ന് ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് പർച്ചേസ് ചെയ്യാം. തിങ്കളാഴ്ച മുതൽ രാവിലെ ഒരു 10 മണി മുതൽ ഈവനിങ് 6 മണി വരെ, ഈവനിങ് 5 മണി വരെ നമ്മുടെ ഔട്ട്ലെറ്റിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റായിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം. ഇനി ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കാട്ടാക്കട അമ്പലത്തിൻകാല ഉദയ സ്റ്റോറിനടുത്ത്, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ചർച്ചിൻ്റെ അടുത്താണ് നമ്മുടെ ഔട്ട്ലെറ്റ് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇപ്പോൾ ഡയറക്റ്റായിട്ട് വരാൻ പറ്റാത്തവർക്ക് നമ്മൾ ട്രിവാൻഡ്രത്ത് ഹോം ഡെലിവറി വെക്കുന്നുണ്ട്. എല്ലാ ലൊക്കേഷൻസിലും ഇല്ല, കുറച്ച് ലൊക്കേഷനിൽ നമുക്ക് ഹോം ഡെലിവറി അവൈലബിൾ ആണ്. അപ്പോൾ ഹോം ഡെലിവറി എന്നായിരിക്കും എന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം കേട്ടോ, എന്നാണ് ഹോം ഡെലിവറി ഉള്ളതെന്നൊക്കെ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ഇടാം ഹോം ഡെലിവറി ഉള്ളത്. അപ്പോൾ അതിനകത്ത് ബുക്ക് ചെയ്യുന്നവർക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് പ്ലാൻസ് കൊണ്ടുവന്ന് നിങ്ങൾക്ക് എത്തിച്ച് തരും. അല്ലാതെ ഇപ്പോൾ ഹോം ഡെലിവറിയും പ്ലാൻസ് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ടാകും. അവർക്കൊക്കെ നമ്മൾ പ്ലാൻസ് DTDC വഴിയിട്ട് അയച്ചു തരുന്നതായിരിക്കും. DTDC, സ്പീഡ് പോസ്റ്റ്, പിന്നെ പ്രൊഫഷണൽ കൊറിയർ, ഇത് 3 വഴിയിട്ട് നമുക്ക് കൊറിയർ സർവീസ് അവൈലബിൾ ആണ്. നമ്മൾ പ്ലാൻസ് കൊറിയറായിട്ട് അയച്ചു തരും കേട്ടോ. പിന്നെ പ്ലാൻസ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ പുതുതായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ, അതായത് വെറൈറ്റീസ് ആയിട്ടുള്ള റോസിൻ്റെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ ഇത് ഡീലാ മാൽമൈസൺ എന്ന് പറയുന്ന വെറൈറ്റിയാണ്, അടിപൊളി വെറൈറ്റിയാണ്. ഇതിൻ്റെ 10 പ്ലാൻസ് മാത്രമേ ഇനി നമുക്ക് അവൈലബിൾ ഉള്ളൂ കേട്ടോ. വെറും 10 പ്ലാൻസ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഈ പ്ലാൻസ് വേണമെന്നുള്ളൊരു ഓർഡർ ചെയ്യാം കേട്ടോ. ഓൺ റൂട്ടഡ് പ്ലാൻസ് ആണ്, ഒത്തിരി തൈകളൊന്നും നമുക്ക് എടുക്കാനില്ല. നമ്മൾ 40-45 തൈകളോളം സെയിലിനായിട്ട് കൊണ്ടുവന്നതായിരുന്നു. ഇനി 10 തൈകൾ മാത്രമേ ബാലൻസ് ഉള്ളൂ കേട്ടോ. അടിപൊളി വെറൈറ്റിയാണ്, നല്ല സ്മെല്ലാണ്, കൊലകുത്തി പൂക്കുന്ന ടൈപ്പാണ്. കൊലകുത്തി മീൻസ് കണ്ടിന്യൂ ആയിട്ട് ബ്ലൂം ചെയ്യും, എപ്പോഴും പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് ഈ ഡീലാ മാൽമൈസൺ എന്ന് പറയുന്നത്. വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിരാശപ്പെടുത്താത്തൊരു ഫ്ലവർ, അത്യാവശ്യം വലിയ പൂക്കളാണ്. നമ്മുടെ ഡേവിഡ് ഓസ്റ്റിൻ റോസ് വെറൈറ്റീസിലൊക്കെ വരുന്നൊരു ടൈപ്പാണ് കേട്ടോ ഇത്. അതിൻ്റെ ഓൺ റൂട്ടഡ് വെറൈറ്റിയാണേ. പിന്നെ ഉള്ളത് ഈ ഒരു ഓർക്കിഡ് റോസാണ്. ഓർക്കിഡ് റോസിൻ്റെ ആയാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് കേട്ടോ. ഓർക്കിഡ് റോസിൻ്റെ നല്ല അടിപൊളി തൈകളുണ്ട്, നല്ല ഹെൽത്തി ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണുള്ളത്. പിന്നെ കൊറിയറൊക്കെ നമ്മുടെ അടുത്ത തിങ്കളാഴ്ച, ഈ വരുന്ന തിങ്കളാഴ്ചയുടെ അടുത്ത തിങ്കളാഴ്ച മുതലായിരിക്കും പ്ലാൻസ് അയച്ചു തരുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് ഓർഡർ ചെയ്യുക. നെക്സ്റ്റ് വീക്ക് നമുക്ക് അയക്കാനുള്ള ഓപ്ഷൻ ഇല്ല, കാരണം 10 നാടൻ റോസ് കോംബോ, അതുപോലെ തന്നെ 380-ൻ്റെയും 400-ൻ്റെയൊക്കെ കോംബോകൾ നമുക്ക് അയക്കാനുണ്ട്. ഏകദേശം 500 ഓർഡേഴ്സ് അടുപ്പിച്ച് നമുക്ക് നെക്സ്റ്റ് വീക്കിൽ അയച്ച് തീർക്കാനായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ ഒരു പ്ലാൻസ് അയക്കുകയുള്ളൂ കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് പെർഫ്യൂം ബ്രീസ് എന്ന് പറയുന്ന റോസാണ്. പെർഫ്യൂം ബ്രീസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഏകദേശം 25 പ്ലാന്റ്സ് മാത്രമേ പെർഫ്യൂം ബ്രീസിൻ്റെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഡയറക്റ്റായിട്ടൊക്കെ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ളവർക്ക് നമുക്ക് അത്യാവശ്യം വലിയ പ്ലാന്റ്സ് തന്നെ പർച്ചേസ് ചെയ്തിട്ട് പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് ഇംഗ്ലീഷ് റോസാണ്. ഇംഗ്ലീഷ് റോസിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് റോസിൻ്റെ അടിപൊളി പ്ലാന്റ്സ് ആണ് കാണാനായാലും. ഇംഗ്ലീഷ് റോസ് ക്ലൈംബർ വെറൈറ്റിയാണ്. വലിപ്പമുള്ള പൂക്കളുടെ ക്ലൈംബർ വെറൈറ്റീസ് ഒന്നും അധികം സെയിലിനായിട്ട് ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ ഇംഗ്ലീഷ് റോസിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ, അതായത് കമ്പ് വെച്ച് പിടിപ്പിച്ച തൈകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് കേട്ടോ. ഒരു ഓഫ് വൈറ്റും പിങ്കും ഷെയ്ഡിലുള്ളൊരു റോസാണ് ഇംഗ്ലീഷ് റോസ് എന്ന് പറയുന്നത്. അടിപൊളി പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാർട്ടിൽ നിന്ന് ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഞാൻ കാർട്ട് ഇതിനകത്ത് തന്നെ പിൻ ചെയ്ത് കൊടുത്തേക്കാം, കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ത്രൂ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. താങ്ക് യു.